ബാബു, നമസ്കാരം. നമസ്കാരം. ബീഹാറിലെ മധുബനിയിൽ പ്രധാനമന്ത്രി മോദിയുടെ ഒരു പ്രഭാഷണം ഇന്നുണ്ടായിരുന്നു. സാധാരണ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയതാണ്. അതിൽ പഹൽഗാം പരാമർശിക്കുന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആളുകൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. പ്രസംഗത്തിൻ്റെ ഇടയിൽ പെട്ടെന്ന് അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് ചുവട് മാറ്റി ലോകത്തിന് ഒരു സന്ദേശം കൊടുക്കുന്ന പോലെ, ഈ ഭീകരർക്ക് ഒരു സന്ദേശം കൊടുക്കുന്നത് പോലെ, ഭീകരരെ ഇങ്ങോട്ട് നുഴഞ്ഞു കയറ്റി വിടുന്നവർക്ക് സന്ദേശം കൊടുക്കുന്നത് പോലെ മോദി പറഞ്ഞു, ടുഡേ ഓൺ ദി സോയിൽ ഓഫ് ബീഹാർ ഐ സേ ടു ദ ഹോൾ വേൾഡ്, ഇന്ത്യ വിൽ ഐഡൻറ്റിഫൈ, ട്രേസ് ആൻഡ് പണിഷ് every terrorist and their backers. We will pursue them to the ends of the earth. നമ്മൾ ഓരോ ഭീകരനെയും കണ്ടെത്തി ശിക്ഷിച്ചിരിക്കും. അവരെ മാത്രമല്ല, അവരെ പിന്തുണയ്ക്കുന്നവരെയും ഈ ലോകത്തിൻ്റെ ഏതറ്റത്ത് പോയും കണ്ടെത്തി ശിക്ഷിച്ചിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. എന്താണ് ഇതിൽ നിന്ന് നാം അർത്ഥമാക്കേണ്ടത്? ഇപ്പോൾ നമ്മൾ നദീജല കരാർ നമ്മളത് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അത് ഈ നയതന്ത്ര രീതിയാണ്. ഒരു സൈനിക നടപടിയിലേക്ക് നമ്മൾ നീങ്ങുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണോ ഈ വാചകങ്ങൾ? തീർച്ചയായും കഴിഞ്ഞ കാല അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ മോഡി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള തീവ്രവാദ ആക്രമണങ്ങളോട് മോഡി സമീപിക്കുന്ന, പ്രത്യേകിച്ച് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന തീവ്രവാദ ആക്രമണങ്ങളോട് മോഡി എടുക്കുന്ന സമീപനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും. കൃത്യമായ ചില അജണ്ടകൾ അല്ലെങ്കിൽ ചില പദ്ധതികൾ മുന്നിൽ വെച്ചിട്ടാണ് അദ്ദേഹം. ഒന്ന്, വിദേശ രാജ്യങ്ങളുടെ മുഴുവൻ പിന്തുണ ഇന്നിപ്പോൾ സത്യത്തിൽ മോഡിക്കുണ്ട് എന്ന്. അപൂർവം ഇപ്പോൾ ജോർദാനോ അതുപോലുള്ള ചില ഒന്ന് രണ്ട് രാജ്യങ്ങളുടെ ഒഴിച്ചു നിർത്തിയാൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നൊരു രാജ്യമില്ലെന്ന്. പാകിസ്ഥാൻ ഇന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരു സാഹചര്യമാണ്. ചൈനയുടെ ഒരു പിന്തുണയുണ്ട് എന്ന് പറയാം. സൗദി ഉൾപ്പെടെ അപലപിച്ചിരിക്കുന്നു, എല്ലാ രാജ്യങ്ങളും അപലപിച്ചിരിക്കുന്നു. അതൊരു വശം. ഇപ്പം അമേരിക്ക തന്നെ ഈ ചൈന ഒരു കൈയും കെട്ടി നോക്കിയിരിക്കില്ല എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് എത്തുന്ന ബന്ധം ഇന്ന് അമേരിക്കയായിട്ട് പോലും ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വളരെ ബോണ്ടിങ് ശക്തമാക്കി നിർത്തുന്ന ഒരു സമീപനം ഒരു ഭാഗത്ത്. രണ്ട്, അത് ഒരു ഡിപ്ലോമസിയുടെ ഭാഗമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. രണ്ട്, ടിറ്റ് ഫോർ ടാറ്റ് എന്നുള്ള രീതിയാണ് ഇതുവരെ മോഡി സ്വീകരിച്ചിട്ടുള്ള മാർഗം. അത് നമുക്ക് ഉറിയുടെ അനുഭവമുണ്ട്, അതേപോലെ പുൽവാമയുടെ അനുഭവമുണ്ട്. അത് കണ്ടെത്തി പിടിക്കുക തന്നെ ചെയ്യും. പിന്നെ നമുക്കറിയില്ല, നമ്മളെപ്പോലുള്ളവർക്ക് അത് പറയാൻ പറ്റില്ല. ഇപ്പോൾ അജ്ഞാതരുടെ വിളയാടൽ പലപ്പോഴും പാകിസ്ഥാനിലും കാനഡയിൽ വരെ സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമുക്കത് ഒഫീഷ്യലി അതിനെ നമുക്ക് എടുക്കാൻ പറ്റില്ലെങ്കിലും അത്തരത്തിൽ പാകിസ്ഥാനെങ്കിലും ആരോപണമുണ്ട്. പ്രധാനപ്പെട്ട ആളുകളുടെ അംഗരക്ഷകർ, കാവൽക്കാർ അവിടം വരെയൊക്കെ ചെന്നിട്ടുള്ളൂ. അതെ 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 അതിൽ പ്രധാനപ്പെട്ട ആളുകളെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏതായാലും രാജ്യം വളരെ ആഗ്രഹിക്കുന്നൊരു കാര്യം അതാണ് ഇപ്പോൾ മോഡി പറഞ്ഞിട്ടുള്ളതെന്ന് കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നത് ഇതിന് തക്കതായ മറുപടി കൊടുക്കണമെന്നാണ്. ഓരോ വ്യക്തിയും, ഈവൻ കാശ്മീരിലെ ജനത പോലും അത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാശ്മീരിൽ നിന്ന് നമുക്ക് കാണുന്ന കാഴ്ച. കാശ്മീരിൽ ഐക്യദാർഢ്യത്തോടുകൂടി ഈ അക്നൂരിലെ ഒരു ഗ്രാമത്തിൽ പോലും മെഴുകുതിരി കത്തിച്ചുകൊണ്ടുള്ള ഐക്യദാർഢ്യം ഉണ്ടായിരുന്നു. നഗരങ്ങളിൽ വേറെ, ഗ്രാമങ്ങളിലും അങ്ങനെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. കാരണം അവിടെ സമാധാനം തിരിച്ചു വരികയും അവർക്ക് ഉപജീവന മാർഗങ്ങൾ, പ്രധാനമായിട്ടും ടൂറിസം, അവർക്ക് ഉപജീവനം. അവിടെ തന്നെ ഇപ്പം ഈ പഹൽഗാമിൽ തന്നെ 500 കുതിരകൾ ഈ കുതിര സവാരിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള ഇതാണ്. അപ്പോൾ അവരുടെ ഉപജീവന മാർഗം അടഞ്ഞു പോകുന്ന വിധത്തിലാണ് ഈ പാകിസ്ഥാൻ്റെ ഈ കുത്തിത്തിരിപ്പുകൾ. സാർ, ഇത് ഭീകരവാദികളുടെ കടുത്ത നിരാശയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പാണ് ജമ്മു കാശ്മീർ ഗവൺമെൻറ് ഒഫീഷ്യലി റിലീസ് ചെയ്ത ഒരു 83,000 പേര് ഈ കഴിഞ്ഞ 370 ആർട്ടിക്കിൾ ഒഴിവാക്കിയതിന് ശേഷം 83,000 പേരാണ് ഈ കാശ്മീർ വിട്ടുപോയവർ ജമ്മു കാശ്മീർ തിരിച്ചു വന്ന് താമസമുറപ്പിച്ചതെന്നാണ്. അതൊരു കാര്യം. 2, ലൈഫ് നോർമൽസിയിലേക്ക് വരികയും ജനങ്ങളുടെ ഇടയിലേക്ക് പണം വരികയും ജനങ്ങൾക്ക് തൊഴിൽ കിട്ടുകയും വികസനങ്ങൾ വരികയും ഒക്കെ ചെയ്തുകൊണ്ട്
വലിയ തോതിൽ ജനങ്ങൾ ഇന്ന് സമാധാനം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് അതിനകത്ത് ഇപ്പോഴും മതം തലയ്ക്ക് പിടിച്ച ആളുകൾ, കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ 5 പേരിൽ 3 പേര് പാകിസ്ഥാനിൽ നിന്നും 2 പേര് ലോക്കൽസും ആണെന്നാണ്. അപ്പോൾ ദാറ്റ് മീൻസ് ലോക്കൽസിൽ ഇപ്പോഴും ഈ മതം തലയ്ക്ക് പിടിച്ച ആൾക്കാരുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചില ഭാഗങ്ങളിലുണ്ട്. അതെ അതെ, അങ്ങനെയുള്ള ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾക്കാരും കണ്ടേക്കാം. പക്ഷേ ജനറലി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ തന്നെ ഈ അക്രമത്തിനിരയായ ആളുകളെ രക്ഷിക്കാൻ തന്നെ അവിടെ നിന്ന് ലോക്കലായിട്ടുള്ള ആൾക്കാർ ഒരുപാട് സഹായിച്ചു എന്ന് അവർ പറയുന്നുണ്ട്. ഈ വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാരുടെ അവരുടെ ഒരാൾ കൊല്ലപ്പെട്ടു. അപ്പോൾ അത് നോക്കുമ്പോൾ ഒരു വലിയ മാറ്റം കാശ്മീരിൽ സംഭവിക്കുന്നു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു മാറ്റം പാകിസ്ഥാന് സഹിക്കുന്ന കാര്യമല്ല, ഭീകരവാദികൾക്ക് സഹിക്കുന്ന കാര്യമല്ല. അപ്പോൾ അതിനെ ചേഞ്ച് ചെയ്യാന്നുള്ള ഉദ്ദേശം 2020 എനിക്ക് തോന്നുന്നത് 37 ലക്ഷം ടൂറിസ്റ്റുകളോ മറ്റോ ആണ് പോയത്. അതെ അതെ, പുതിയ കണക്ക് നോക്കുമ്പോൾ 2.5 കോടിയോളം ആളുകൾ. വലിയ മാറ്റമല്ലേ? അല്ല, അതുണ്ടാക്കുന്ന ഈ ഇൻകം ജനറേഷൻ, ഇപ്പോൾ പതിവില്ലാത്ത രീതിയിൽ ഞാൻ ഫാറൂഖ് അബ്ദുള്ള, അതേപോലെ ഗുലാം നബി ആസാദ്, PDPയുടെ മുഫ്തി മെഹബൂബ, ഇവരൊക്കെ പറയുന്നത് കാശ്മീരിലെ വികസനത്തെ വലിയ തോതിൽ തിരിച്ചടിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇതുവരെ ഇവർ പറഞ്ഞിരുന്നത് 370 കാശ്മീർ ഇല്ലാതെയായി പോകുന്നു എന്നൊക്കെയല്ലേ. ഒമർ അബ്ദുള്ള പറയുന്നത് ഇത് വലിയൊരു സെറ്റ് ബാക്കാണ് കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം. ആ സെറ്റ് ബാക്ക് എന്ന് പറയുന്നത് ഇതുവരെ അവരുണ്ടാക്കിയിട്ടുള്ള നരേറ്റീവിനെ തന്നെ സ്വയം തകർക്കലാണ്. അവിടെ എനിക്കൊരു ചോദ്യമുള്ളത്, ഇന്ന് ഞാൻ ഈ ടൂറിസം മേഖലയായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നോക്കിയിരുന്നു. ദേശീയ തലത്തിലുള്ള വിദഗ്ധരുമൊക്കെ അവരെല്ലാവരും ഇപ്പോൾ ആളുകൾ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുന്നു. അങ്ങനത്തെ ടൂറിസത്തിനെ വല്ലാതെ അത് ബാധിക്കുന്നുണ്ട് യാത്രകൾ. അതുപോലെ അമർനാഥ് യാത്ര ജൂലൈയിൽ വരുന്നത് മാറ്റിവെക്കുമോ എന്നുള്ളൊരു ആശങ്ക. പക്ഷേ നമ്മൾ മുംബൈ സ്ഫോടനങ്ങൾ ഒക്കെ നടന്ന് പെട്ടെന്ന് നമ്മൾ തിരിച്ചു വന്നല്ലോ. മുംബൈ ഒക്കെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതുപോലെ കശ്മീരും തിരിച്ചു വരാൻ സാധ്യതയില്ലേ? സാറേ, അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആളുകൾ ഭയന്ന് പിന്മാറരുത്. ഞാനിതൊരു പേഴ്സണൽ കാര്യം കൂടിയായിട്ടാണ് ഞാൻ പറയുന്നതെങ്കിൽ എനിക്ക് തോന്നിയത് എന്താണെന്നറിയാമോ ബാബു, ഞാൻ ഈ കശ്മീരിൽ പോകുന്നതിനെ പറ്റി ആലോചിച്ചിരുന്നു. ഭാര്യയും കൊണ്ട് കണ്ടിട്ടില്ല. ഇനി പോകുന്നതല്ലേ കുറച്ചുകൂടി നല്ലത് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുറേ കാലത്തേക്ക് ശാന്തതയായിരിക്കുമല്ലോ. ഡിസ്ക്ലോസ് ചെയ്യണ്ട എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യുകയാണ്. ഞാൻ അടുത്ത 10-ാം തീയതി കാശ്മീരിൽ പോവുകയാണ്. അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികൾ അനുവദിക്കുമെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അവിടെ റെസ്ട്രിക്ഷനൊക്കെ വന്നാൽ പിന്നെ എനിക്ക് നിവൃത്തിയില്ല. നേരത്തെ തന്നെ ബുക്ക് ചെയ്തതാണ്. ഞങ്ങൾ അവിടെ പോകാൻ, ഫാമിലി ഒരുമിച്ച് പോകാൻ പ്ലാൻ ചെയ്തതാണ്. പലരും നിർബന്ധിക്കുന്നു അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോകണമെന്ന്. പക്ഷേ ഞാൻ തീരുമാനിച്ചത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്. കാശ്മീർ അത് സാധാരണ കേരളത്തെ പോലെ അല്ലെങ്കിൽ സാധാരണ തമിഴ്നാട്ടിൽ പോയി വരുന്ന പോലെ ഉള്ളൊരു സംസ്ഥാനമാണ്. കാശ്മീർ നമ്മുടേതാണ്. ഒറ്റപ്പെട്ട ഇത്തരം സംഭവങ്ങൾ ആയിട്ട് മാത്രമേ ഇപ്പോൾ ഇനി ഇതിനെ കാണേണ്ടതുള്ളൂ. ഇത്രയും വർഷങ്ങളായിട്ട് ജനങ്ങൾ സമാധാനമായിട്ട് അവിടെ ഇത്രയും കാലങ്ങളായിട്ട് ജീവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനെ ഇങ്ങനെ സറണ്ടർ ചെയ്യാൻ നമ്മൾ തയ്യാറല്ല എന്ന് ജനങ്ങൾ തീരുമാനിക്കണം. എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുനീർ പട്ടാള മേധാവി, അത് കശ്മീർ എന്ന് പറയുന്നത് അവരുടെ ധമനിയാണ്, ജൂഗുലർ വെയിൻ എന്ന് പറഞ്ഞിരുന്നില്ലേ? അല്ല, അത്തരം പ്രസ്താവനകളൊക്കെ പാകിസ്ഥാൻ പട്ടാള മേധാവിയുടെ അല്ലേ? അല്ല, അത്തരം പ്രസ്താവനകൾ നമ്മൾ നോക്കുമ്പോൾ കാശ്മീർ നമ്മുടെ ഒരു ഹൃദയധമനിയാണ് കശ്മീർ എന്ന് അല്ലേ നമ്മൾ പറയേണ്ടത്? ഞാൻ അതിലേക്കാണ് വന്നത്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയോ കാലമായി കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 300-ാം വകുപ്പ് പോലും ആ കാശ്മീരിനെ ഒറ്റപ്പെടുത്തി നിർത്താനേ സഹായിച്ചിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ കാശ്മീരിന് നമ്മുടെ ബാക്കിയുള്ള സംസ്ഥാനത്തെ പോലെ തന്നെ നമ്മോട് ചേർത്ത് നിർത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ മുഴുവൻ ഭാരതത്തിലെ ജനങ്ങൾക്കിടയിലും വളർത്തിക്കൊണ്ടുവരാൻ ഈ ഒരു കാരണം കൊണ്ട് സാധിക്കണം. അങ്ങോട്ടേക്ക് പ്രത്യേകമായിട്ടുള്ള ടൂറിസം പാക്കേജുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ അങ്ങോട്ട് ഇതിനു മുമ്പിൽ സറണ്ടർ ചെയ്യില്ല എന്നുള്ളൊരു പ്രതിജ്ഞ ഭാരതീയർ ഒന്നടങ്കം എടുക്കേണ്ടതാണ്. നമ്മൾ പല മോദിയിലാണല്ലോ തുടങ്ങിയത്. നമ്മൾ പല കോൺഗ്രസ് പ്രധാനമന്ത്രിമാരെയൊക്കെ കണ്ടിട്ടുണ്ട്. മോദി ഇന്ന് എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് ബീഹാറിൽ
നിലകൊണ്ടത് അല്ലേ? ജനങ്ങൾക്ക് കിട്ടുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. വലുതാണ്. അതായത് ഇതിന് കാരണം അദ്ദേഹം സൗദി അറേബ്യയിലെ സന്ദർശനം വെട്ടിച്ചുരുക്കി ഉടനെ ഇവിടെ വന്നു, വിമാനത്താവളത്തിൽ വെച്ച് തന്നെ ബ്രീഫിങ്. ഇതിനകത്ത് സാറേ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും പൊളിറ്റിക്കലി ഇതിനെ ദുരുപയോഗം ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കൾ, ഇപ്പോൾ കേരളത്തിൽ പോലും കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഒക്കെ പ്രസ്താവനകൾ കാണുമ്പോൾ, അതായത് അവരാരും ഈ നടന്ന സംഭവത്തെ അപലപിക്കുകയോ അല്ലെങ്കിൽ അതിനെ എടുത്തു പറയുകയോ ചെയ്യുന്നതിന് പകരം അവിടെ ഉണ്ടായ ഇൻ്റലിജൻസ് വീഴ്ച എന്ന് പറയുക, അല്ലെങ്കിൽ പട്ടാളത്തിൻ്റെ അനാസ്ഥയാണ് എന്ന് പറയുക, പട്ടാളത്തിന് സംഭവിച്ച വീഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ ആ തരത്തിലുള്ള ചർച്ചയിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ മീഡിയ വൺ പോലുള്ള ചാനലുകളിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഇതിനെ തിരിച്ചു വിടുകയാണ്. ഇവരാരും ഒരക്ഷരം അവിടുത്തെ പട്ടാളത്തിൻ്റെ വീഴ്ച, ഇൻ്റലിജൻസിൻ്റെ വീഴ്ച, ദേശീയ മറ്റേ ഉപദേഷ്ടാവ്, അതായത് ഇത് പണ്ട് പറഞ്ഞ ശീലത്തിൽ പറയുന്നതാണ്. അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു, അവിടെ ഒരു ഭരണകൂടമുണ്ട് അല്ലേ, സംസ്ഥാന ഭരണകൂടം, അവരുടെ ഉത്തരവാദിത്തമല്ലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അല്ല, ഇത് ഇപ്പോഴും ജനങ്ങളുടെ ഉള്ളിലുണ്ടാക്കിയിട്ടുള്ള ആ ഒരു മാനസികാവസ്ഥ, അല്ലെങ്കിൽ കാശ്മീരിനെ സംബന്ധിച്ച് വരുമ്പോൾ അത് മുഴുവൻ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുന്ന സമീപനമാണ്. അങ്ങനെയാണ് ബോധപൂർവം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ അടിസ്ഥാനപരമായി അത് ഞാൻ പറയുന്നത് അവിടെ ഒമർ അബ്ദുള്ളയുടെ ഗവൺമെൻറ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ BJPയുടെ ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതല്ലല്ലോ നമ്മൾ പറയേണ്ടത്. ഇവരാരും ഈ ഇസ്ലാമിക ഭീകരവാദം എന്നൊരു വാക്കുന്നയിക്കുന്നില്ല. ഇപ്പോൾ സാദിഖ് അലി തങ്ങളുടെ പ്രസ്താവന വന്നിട്ടുണ്ട്, മതത്തിൻ്റെ പേരിൽ അക്രമമായിട്ട് ഇതിനെ കാണേണ്ട ആവശ്യമില്ല, അത് അക്രമികളുടെ മതമാണ് എന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞിരിക്കുന്നു. പ്രസ്താവന സാറ് കണ്ടോ എന്ന് അറിഞ്ഞൂടാ. സാദിഖ് അലി തങ്ങളുടെ പ്രസ്താവന ഇത് ഈ ആക്രമണത്തിനും മതവുമായിട്ട് ബന്ധമില്ല, ഈ മതം എന്ന് പറയുന്നത് അക്രമികളുടെ മതമാണ്. ഈ അക്രമത്തിന് മതവുമായിട്ടേ ബന്ധമുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാപ്പിള ലഹളക്കാലത്ത് 1921 ഞാൻ ഈ കലിമ ചൊല്ലിക്കുന്ന പരിപാടി കശ്മീരിലെ ഈ പഹൽഗാമിൽ, ഇതൊരു മലയാള സിനിമയിൽ ഇറാഖ് ടേക്ക് ഓഫ് പോലെ ഏതൊരു സിനിമ, പേരും ഞാൻ മറന്നുപോയി, അതിലും ഈ കലിമ ചൊല്ലിക്കുന്ന സംഗതി കാണാം. 1921 മലബാറിൽ ഈ കലിമ ചൊല്ലിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതെ, ഇത് അവരുടെ ആക്രമണത്തിൻ്റെ സ്വഭാവത്തിൽ പ്രത്യേകിച്ച് ഈ മതം നോക്കി കൊല്ലുന്നതിനെ മതഭീകരവാദം എന്നല്ലാതെ വേറെ എന്ത് പേരിട്ടാണ് വിളിക്കുക നമ്മൾ? എന്നിട്ട് ഇതിനെയൊക്കെ കണ്ടില്ലെന്ന് നടിക്കുക അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ. അപ്പം ഞാൻ പറഞ്ഞത് ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ഒരു ശ്രമം രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. അത് അങ്ങേയറ്റം യാഥാർത്ഥ്യം പറയാൻ ഇവർ തയ്യാറല്ല, സത്യം എന്താണെന്ന് പറയാൻ തയ്യാറല്ല. ഇവിടെ എല്ലാവർക്കും അറിയാം ഇത് മതഭീകരവാദമാണ്. അതിനെന്തിനാണ് മറച്ചു വയ്ക്കുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ അതിനെ മറച്ചു വയ്ക്കുന്നതിലൂടെ മതഭീകരവാദികളെ ഇവർ സഹായിക്കുകയാണ്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെന്നല്ലേ അതിനകത്ത് കാണുന്നത്. ഈ ഇതുമായി ബന്ധപ്പെട്ട ഭീകരന്മാരുടെ അവരുടെ ചാനലുകളിലൊക്കെ, കേരളത്തിലെ കാര്യമല്ല പറഞ്ഞ്, ഇത് ചെയ്ത ഈ ലഷ്കർ അവർ ചില പ്രസ്താവനകൾ ഇതിൻ്റെ പിന്നാലെ ഇറക്കിയതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെച്ചു എന്നാണെങ്കിൽ, ഈ കശ്മീർ താഴ്വരയിലെ ഡെമോഗ്രഫി ഹിന്ദുക്കൾ മോദി ഒക്കെ മാറ്റാൻ ശ്രമിക്കുന്നു, ടൂറിസ്റ്റുകൾ എന്ന വ്യാജന ഹിന്ദുക്കളെ കൊണ്ടുവന്ന് നടക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. അതും മതപരമായ വ്യാഖ്യാനമാണ്. അല്ല, ഇവിടെ ഈ ഇതിനെയൊക്കെ സത്യത്തിൽ ഇത്തരം ആരോപണങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ ലഷ്കർ ഇ തൊയ്ബ പോലുള്ള ആളുകളുടെ ഭാഗത്തു നിന്നോ ഉന്നയിക്കുമ്പോൾ അതിനെ ചെറുത്ത് പറയാനല്ല ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇവിടെ മലപ്പുറത്തെക്കുറിച്ച് നമ്മൾ ഈ പോപ്പുലേഷൻ്റെ ഇൻബാലൻസിനെ കുറിച്ച് പറയുമ്പോൾ ഉടനെ തന്നെ പറയുന്ന കാഴ്ചയല്ല, അല്ലെങ്കിൽ അതേപോലുള്ള സമീപനം അല്ലല്ലോ ഇപ്പോൾ ഇത് പറയുമ്പോഴുണ്ടാകുന്നത്. കാശ്മീരിലെ സന്തുലിതാവസ്ഥ എന്തിനാണ് ഗവൺമെൻറ് തകർക്കാൻ ശ്രമിക്കുന്നത്? കാശ്മീരിലെ മുസ്ലിങ്ങളായതുകൊണ്ടല്ലേ അവിടെ കൊണ്ടുപോയി, അവിടെ ഹിന്ദുക്കളെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് അത് വേറെ കാര്യം. ഈ ഒരു ഇരട്ടത്താപ്പ് പൊതുവേ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വലിയ തോതിൽ ജനങ്ങളുടെ ഇടയിലും വലിയ ഒരു മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു സംഭവം ജനങ്ങളെ ചിന്തിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ. മോദി പറഞ്ഞത് ഈ ഭൂഗോളത്തിൻ്റെ ഏതറ്റത്ത് ഈ ഭീകരരും പിന്താങ്ങുന്നവരും ഒളിച്ചാലും മറ്റേ
തുരന്നെടുത്ത് കൊണ്ടുവന്ന് കൈകാര്യം ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതെ അത് നമുക്ക് വിശ്വസിക്കാം. തീർച്ചയായിട്ടും ഈ അവസരം ഉപയോഗിച്ച് POK അങ്ങ് സ്വന്തമാക്കണം സാർ. അതെ, അതാണ് എൻ്റെയും അഭിപ്രായം. ഞാൻ ഇത്ര ഉറച്ച് മുമ്പ് പറയില്ലായിരുന്നു. ഇതാണ് അതിൻ്റെ, ഇതിനിപ്പോൾ നമുക്കൊരു ന്യായമുണ്ട്. ഗവൺമെൻറ് ആ കാര്യത്തിൽ ശക്തമായി മുന്നോട്ട് പോകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം, വിചാരിക്കാം എന്നാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുക, അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.